ആഹാ, അപ്പോ ഇവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നോ? അല്ല മാഡം, എന്താ പറഞ്ഞത്? ഞങ്ങൾ എല്ലാവരും തോക്കൊക്കെ താഴെ വെച്ച് 1-ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ വരി വരിയായി നിൽക്കാനോ? നേതാവ് പരിഹാസത്തോടെ അവളെ നോക്കി പറഞ്ഞു. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്തിനാ ഈ ID കാർഡ് നീട്ടിയിരിക്കുന്ന? ഞങ്ങളെന്താ വല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് കരുതിയോ ID കാർഡ് പരിശോധിക്കാൻ? അത് കേട്ട് മറ്റു കൊള്ളക്കാർ ഉറക്കെ ചിരിച്ചു. ഈശ്വരാ, ഇവൾക്ക് തീരെ ബുദ്ധിയില്ലേ? ഒരു തോക്ക് പോലും കൈവച്ചില്ലാതെ ഇവരെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. ഋഷിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്തൊരു നാണക്കേടാണല്ലേ! നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഒരു തോക്ക് പോലും വാങ്ങി വെക്കാൻ കഴിയില്ല. നമുക്കൊക്കെ എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. ഫോർട്ട് കൊച്ചി പോയ എത്ര എണ്ണം കിട്ടും? ACP മാഡം, ഞാൻ നിങ്ങൾക്കൊരു ഗൺ ഗിഫ്റ്റ് തരട്ടെ. അവന്റെ കളിയാക്കിയുള്ള സംസാരം കേട്ട് ഗൗരിയുടെ മുഖം ചുവന്നു. ശരി, സംസാരിച്ചു കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. തൽക്കാലം മാഡം മിണ്ടാതെ ഒരു മൂലക്കിരിക്കും. ഇവളെ പിടിച്ച് കെട്ടിവെക്ക്. നമുക്ക് പോകുമ്പോ കാറിലിട്ട് കൊണ്ടുപോവാം. ആവശ്യം വരും. അവരുടെ ലീഡർ ക്രൂരമായ സ്വരത്തിൽ പറഞ്ഞു. ഉടൻ തന്നെ 2 പേർ തോക്കുമായി അവളുടെ അടുത്തേക്ക് വന്നു. അവർ അടുത്തെത്തുന്നത് വരെ അവൾ ക്ഷമിച്ചു നിന്നു. അവളുടെ അരികിലേക്ക് അവർ എത്തിയതും കാലുയർത്തി 2 തോക്കുകളും അവൾ ഒരേ സമയം തട്ടിമാറ്റി. ഒന്ന് കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് അവൾ മറ്റൊരാളുടെ വയറ്റിൽ ചവിട്ടി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ ഒരുത്തൻ വരുന്നത് കണ്ടു. അവൾ അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതം താങ്ങാനാവാതെ ഇരുവരും താഴെ വീണു. ഏയ്, ACP നോക്ക്! ഞാൻ കരുതി ഇവൾക്ക് തോക്കാവും വേണ്ടെന്ന്. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഫൈറ്റിൽ നല്ല ട്രെയിനിങ് കിട്ടിയ ആളാണല്ലോ. ലീഡർ ആൾക്കൂട്ടത്തോട് പറഞ്ഞുകൊണ്ട് ഗൗരിക്ക് നേരെ തിരിഞ്ഞു. ശരി ACP മാഡം, ഇനി നമുക്കൊരു മത്സരം വെക്കാം. നിങ്ങളുടെ കാലിനാണോ എന്റെ തോക്കിനാണോ വേഗത കൂടുതലെന്ന് നോക്കാം. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും 5 തോക്കുകളുണ്ട്. എങ്ങനെ പോയാലും ആരുടെയെങ്കിലും ഒക്കെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് കയറ്റാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പൊ നോക്കിയാലോ? അയാൾ പരിഹാസത്തോടെ ചോദിച്ചപ്പോൾ ഗൗരി ദേഷ്യത്തോടെ അവനെ നോക്കി. നിങ്ങൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾക്ക് ബാങ്ക് കൊള്ളയടിച്ചിട്ട് ഇവിടെ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാന്ന് കരുതുന്നുണ്ടോ? അവളുടെ ഭീഷണി നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അതിനൊരു പ്ലാൻ പോലും ഇല്ലാതെ ഞങ്ങൾ വരുമെന്ന് തോന്നുന്നുണ്ടോ മാഡത്തിന്? അയാൾ വീണ്ടും ചിരിച്ചു. മാനേജറുടെ ജീവൻ രക്ഷിക്കാനാണ് അവൾ എഴുന്നേറ്റതെന്ന് ഋഷിൻ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ താമസിക്കാതെ അവൻ ചാടി എഴുന്നേറ്റു. ഗൗരി, നീ ആ മാനേജർക്ക് എന്താ പറ്റിയെന്ന് നോക്ക്. ഞാൻ ഇവരെ നോക്കിക്കൊള്ളാം, അവൻ പറഞ്ഞു. ഗൗരിക്ക് അവൻ പറഞ്ഞത് മനസ്സിലാകും മുമ്പേ ഋഷിൻ മോഷ്ടാക്കളിൽ ഒരാളുടെ നേരെ പാഞ്ഞെടുത്തു. അവൻ ഉയർന്നു പൊങ്ങി മോഷ്ടാക്കളിൽ ഒരാളുടെ തലയ്ക്ക് മുകളിലേക്ക് തന്റെ മുഷ്ടി കൊണ്ടിട്ടിച്ചു. അടികൊണ്ട് ആഘാതത്തിൽ അവൻ തളർന്നു വീണു. ചെവിയിൽ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട ആളുകൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങി. കണ്ടോ, അയാളെ കണ്ടിട്ട് പോലീസ് ഓഫീസറാണെന്ന് തോന്നുന്നു. എന്താ പ്രകടനം! ഇവൻ നമ്മളെ രക്ഷിക്കുമെന്നാണ് തോന്നുന്നത്, ഒരാൾ സന്തോഷത്തോടെ പറഞ്ഞു. മറ്റുള്ളവർ തലയാട്ടി അത് അംഗീകരിച്ചു. ഏയ് കൊച്ചു പയ്യ, നീ ഏത് ഗ്യാങ്ങാണ്? ലീഡർ ഋഷിനെ നോക്കി ചോദിച്ചു. അവന്റെ പോരാട്ട വൈദഗ്ധ്യം കണ്ട് അവൻ ഏതോ റൗഡി സംഘത്തിൽപ്പെട്ട ആളാണെന്ന് അയാൾ കരുതി. ഇതിനിടയിൽ ഋഷിന് നേരെ മറ്റൊരാൾ ആക്രോശിച്ചു കൊണ്ടുവന്നു. അവനെ പേടിക്കേണ്ട കാര്യമില്ല, ഇവൻ ഒറ്റയ്ക്ക. നമുക്കിനിയും ആളുണ്ട്, അവൻ ധൈര്യത്തോടെ പറഞ്ഞു. അതെ, ഇവനൊരുത്തനെ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാവരും ചേർന്ന ഒറ്റയടിക്ക് ഇവനെ തോൽപ്പിക്കാം. അവന് മറുപടി പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ ഋഷിന്റെ കഴുത്തിൽ പിടിക്കാൻ വന്നു. അതിനിടയിൽ ഋഷിന്റെ കൈത്തണ്ടയിൽ പിടിച്ച് അടിക്കാനായി വന്ന ആളുടെ 2 കൈകളും അവൻ ചേർത്ത് പിടിച്ചു. ഋഷിന്റെ പിടുത്തത്തിന്റെ വേദന സഹിക്ക വയ്യാതെ അയാൾ നിലവിളിച്ചു. അവന്റെ കൈയുടെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം പുറത്തു കേട്ടു. ഋഷിൻ അവനെ എടുത്ത് വട്ടം കറക്കി എറിഞ്ഞു. അപ്പോഴേക്കും മറ്റൊരാൾ നീളമുള്ള ഒരു കത്തിയുമായി ഋഷിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഇടം കണ്ണുകൊണ്ട് അവൻ അത് കണ്ടു. അവൻ അടുത്തു വന്നതും കത്തി പിടിച്ച അയാളുടെ കൈ മടക്കി അവന്റെ തന്നെ തോളിൽ കുത്തി പരിക്കേൽപ്പിച്ചു. ചോരയൊഴുകുന്നത് കണ്ട് വേദന സഹിക്കാനാവാതെ അയാൾ താഴേക്ക് വീണു. അപ്പോഴേക്കും ഗൗരിയും അങ്ങോട്ട് വന്നു. മൊത്തം 7 പേരുണ്ടായിരുന്നു. 2 പേരെ ഗൗരി വീഴ്ത്തി. ഋഷിൻ 3 പേരെ നേരിട്ടു. 2 ആളും കൂടി അവരെ ചവിട്ടി മെതിച്ചു. ഇനി 2 പേർ മാത്രമേ ബാക്കിയുള്ളൂ. ഋഷിൻ ഞൊടിയിടയിൽ താഴെ കിടന്നവരുടെ കയ്യിൽ നിന്ന് തോക്കുകൾ തട്ടിയെടുത്തു. അപ്പോഴേക്കും ക്ഷമ നശിച്ച നേതാവ് തോക്കുമായി ഋഷിന് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ അവന്റെ ഒറ്റ ചവിട്ടിന് വായുവിൽ പറന്ന നേതാവ് ഭിത്തിയിലിടിച്ച് താഴേക്ക് വീണു. കണ്ണുകൾ അടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം നടന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ രംഗം കണ്ട് കണ്ണടയ്ക്കാൻ പോലും മറന്നു നിന്നു. ഇനി നിങ്ങൾ മാത്രം.
ഋഷിൻ അവശേഷിക്കുന്ന ആളോട് പറഞ്ഞു. ആളുടെ കയ്യിൽ തോക്കുണ്ടെങ്കിലും കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ മാനസികമായി തളർന്നു എന്ന് ഋഷിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് മുതലെടുത്ത് അവൻ പറഞ്ഞു, എന്താടാ നിന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നത്? ഒരു തോക്ക് നേരെ പിടിക്കാൻ അറിയില്ലേ നിനക്ക്? ഋഷിൻ അവനോട് ചോദിച്ചു. പതുക്കെ ഓരോന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് നടന്നു. ഏയ്, അവിടെ നിന്നോ, എന്റെ അടുത്തേക്ക് വന്നാ ഞാൻ വെടിവെക്കും, അവൻ ഭയത്തോടെ പറഞ്ഞു. നീ വെടിവെച്ചോ, എനിക്ക് പേടിയില്ല. അതും പറഞ്ഞുകൊണ്ട് ഋഷിൻ വീണ്ടും മുന്നോട്ട് വന്നു. ഏയ് വേണ്ട, അവിടെ നിന്നോ, ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്, ഞാൻ സത്യമായിട്ടും വെടിവെക്കും. ഋഷിൻ അവന്റെ വാക്കുകൾ അവഗണിച്ച് മുന്നോട്ട് നീങ്ങി. അത് കണ്ട് പേടിച്ച് അവൻ വേറെ രക്ഷയില്ലെന്ന് കണ്ട് ഋഷിനെ ലക്ഷ്യം വെക്കുന്നത് നിർത്തി തോക്ക് ബന്ദികൾക്ക് നേരെ തിരിച്ചു. ഒരു പെൺകുട്ടിയെ ലക്ഷ്യമാക്കി അവന്റെ തോക്ക് പോയത് കണ്ട് ഋഷിൻ ഞെട്ടലോടെ അതിന്റെ അപകടം മനസ്സിലാക്കി. ഹേയ് നോ, ഞാൻ പറയുന്ന കേക്ക്, തോക്ക് എന്റെ നേരെ തിരികെ, ഋഷിൻ നടത്തം നിർത്തി നേരിയ പരിഭ്രമത്തോടെ പറഞ്ഞു. എല്ലാവരുടെയും ഹൃദയമെടുപ്പ് ടിക് ടിക് എന്ന് അടിക്കുന്നത് പരസ്പരം കേൾക്കാമായിരുന്നു. തന്റെ അമ്മയുടെ അടുത്തായി നിൽക്കുന്ന ഒന്നും അറിയാത്ത കൊച്ചുകുട്ടി, അതായിരുന്നു അയാളുടെ ടാർഗറ്റ്. മോഷ്ടാവ് ഭയവും പരിഭ്രമവും കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ ട്രിഗർ അമർത്തി. വെടിയച്ച കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി അങ്ങോട്ട് നോക്കി. ഋഷിൻ താഴെ കിടക്കുകയാണ്. അവൻ അരയിൽ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. കൈക്കിടയിലൂടെ ചുവന്ന നിറം പരക്കുന്നത് കാണാം. ഋഷി, അറിയോക്കെ? ഗൗരി പരിഭ്രാന്തിയോടെ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. ഋഷി അപ്പോഴേക്കും പതിയെ എണീറ്റു. ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം അവൻ സ്വയം ബാലൻസ് ചെയ്ത് ഗൗരിയുടെ കൈ പിടിച്ച് പതുക്കെ എഴുന്നേറ്റു. ആ കുട്ടിയുടെ നേരെ മോഷ്ടാവ് വെടിയുതിർത്തപ്പോൾ ഋഷി രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയതാണ്. അതുകൊണ്ട് അരയിലാണ് ആ ബുള്ളറ്റ് മുറിവുണ്ടാക്കിയത്. എന്നാലും ആ കുട്ടി സേഫായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞത് എന്നെ വെടിവെക്കാനല്ലേ, എന്തിനാ വേറെ ആളെ വെടിവെച്ചത്? ഋഷൻ ദേഷ്യത്തോട് അയാളോട് ചോദിച്ചു. നിനക്കൊന്ന് ഒരു ഗണ്ണെടുത്ത് മര്യാദയ്ക്ക് വെടിവെക്കാൻ അറിയില്ലേ? നീയൊക്കെ എവിടത്തെ കൊള്ളക്കാരനാ? ഋഷി മനഃപൂർവ്വം അയാളോട് വീണ്ടും കയർത്തു. ഋഷി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ തോക്കുധാരിയുടെ ശ്രദ്ധ തിരിക്കാനാണ് ഋഷിൻ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കിയ ഗൗരി അവനോട് പതിയെ ചോദിച്ചു. നീ എന്താ തോക്കും കൈ വെച്ച് എന്നോട് ഏറ്റുമുട്ടുന്നത്? അതില്ലാതെ നിനക്ക് എന്നോട് നേരിട്ട് മുട്ടാൻ ധൈര്യമില്ലേ? ഋഷിൻ വീണ്ടും അവനെ പരിഹസിച്ചു. മിണ്ടാതിരിക്കെ. മാനസിക പിരിമുറുക്കത്തിലായ മോഷ്ടാവ് തോക്കിന്റെ ട്രിഗർ രണ്ടാമതും വലിച്ചു. പക്ഷേ ഭാഗ്യവശാൽ അവൻ ഉന്നം പിഴച്ചതുകൊണ്ട് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും അയാൾ പെട്ടെന്ന് തൊട്ടടുത്തിരുന്ന ഒരു ആൺകുട്ടിയെ പിടിച്ച് തോക്കെടുത്ത് അവന്റെ നെറ്റിയിൽ വെച്ചു. അവൻ എന്തോ പറയാനുണ്ട്. കൊള്ളക്കാരൻ എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് ഋഷിന് മനസ്സിലായി. തിരക്ക് കൂട്ടണ്ട, നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ആ തോക്ക് ശരിയായി പിടിക്കാൻ ഇതുവരെ അറിയില്ല. വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന തോക്കല്ലത്, സൂക്ഷിക്കുക. ഇതുവരെ ഒരു ജീവൻ പോലും ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്റെ ബാക്കി ജീവിതം ജയിലിൽ തന്നെയാവും. അതുകൊണ്ട് നന്നായി ആലോചിച്ച് ചെയ്യ. ഋഷി കഴിയുന്നത്ര ക്ഷമയോടെ അയാളോട് പറഞ്ഞു. ഞാൻ സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? ഇനി ഒന്നും സംസാരിക്കാനില്ല. നീ അവിടെ അനങ്ങാതിരിക്കാൻ നോക്ക്. ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതുവരെ അവിടെ തന്നെ ഇരുന്നോണം. ഇനി എങ്ങാനും ഒരടി മുന്നോട്ട് വെച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടിയുടെ കാര്യം ഞാൻ തീരുമാനമാക്കും. ഋഷിന്റെ കണ്ണുകളിലെ ഭയം കണ്ടപ്പോൾ അയാൾക്ക് കുറച്ച് ധൈര്യം വന്നു. ഏയ്, എല്ലാവരും എണീക്ക്, നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോണം, അവൻ കൂടെയുള്ളവരോട് അലറി വിളിച്ചു. താഴെ കിടന്ന കള്ളന്മാർ കഷ്ടപ്പെട്ട് എഴുന്നേറ്റു. ഋഷിന്റെ അരികിൽ നിന്നയാൾ താഴെ കിടന്ന തോക്കെടുത്ത് അവന്റെ തലയുടെ പിൻഭാഗത്തെ ശക്തിയായി അടിച്ചു. ഋഷി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വീണ്ടും അടി വീണു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.